വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഫ്രൈഡേയിൽ കിട്ടിയ ഒരു എൻട്രി മോഡലാണ് ഇത്. ഈ എൻട്രി മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 70-75% ആക്യുറസി കിട്ടുന്നൊരു എൻട്രി മോഡലാണ്. ഒരു സ്ട്രാറ്റജി നമുക്ക് ഒരു 50%-ന് മുകളിൽ തന്നെ നമുക്കൊരു വിന്നിങ് റേറ്റ് 1:2 ടാർഗറ്റിൽ നമുക്ക് കിട്ടുവാണെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി മാത്രം മതി നമ്മളെ പ്രോഫിറ്റബിൾ ആക്കാൻ. അത് നമ്മൾ മൈൻഡിൽ വെക്കുക. അതേപോലെ തന്നെ ചില ആൾക്കാരുണ്ട് 1:10, 1:7, 1:13, 1:20 അങ്ങനെ അത്ര വലിയ ഒരു പെർസെൻറ്റേജ് വൈസ് നോക്കുമ്പോൾ എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ചില ട്രേഡേഴ്സ്, ഞാൻ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുന്നതെന്ന് പറഞ്ഞാൽ 1:10 ടാർഗറ്റ് വെച്ചൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു 1:2, 1:3 ഒക്കെ മാക്സിമം വെച്ച് ചെയ്യുക. പിന്നെ നമുക്ക് പതുക്കെ നമുക്ക് 1:5, 1:10 ഒക്കെ പോകാം. നമ്മൾ ഈ 1:5, 1:5 മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്യുറസി വളരെ കുറവായിരിക്കും. ആ സമയത്ത് നമുക്കൊരു 10 ട്രേഡ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അതിൽ ഏകദേശം ഒരു 5 or 7 ട്രേഡ്സ് വരെ മാക്സിമം നമുക്ക് ലോസ് ആകും. പക്ഷേ നമ്മുടെ 3 ട്രേഡ്സ് കറക്റ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ലോസ് വന്ന ബാക്കി 7 ട്രേഡ്സിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളൊരു 1:2 ടാർഗറ്റ് വെച്ചൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഈസിലി ഹിറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഒരു 10 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ മാക്സിമം ഒരു 8 ട്രേഡ്സ് വരെയൊക്കെ നമുക്ക് കറക്റ്റ് ആവാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എൻട്രി മോഡൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ലാസ്റ്റ് ഫ്രൈഡേ മാർക്കറ്റ് ഒരു സ്ലൈറ്റ്ലി ഗ്യാപ്പ് അപ്പിലാണ് തുറന്നത്. മാക്സിമം മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഉണ്ടാകുന്ന സമയത്ത് ഗ്യാപ്പ് കവർ ചെയ്യാൻ വരും. ഇപ്പോൾ നമ്മൾ പ്രീവിയസ് ഡേയ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു പ്രീവിയസ് ഡേ ആണ്. ഒരു ഗ്യാപ്പ് അപ്പിലാണ് ഇന്ന് മാർക്കറ്റ് തുറന്നത്. തിരിച്ച് മാർക്കറ്റ് വന്ന ഗ്യാപ്പ് ഫില്ല് ചെയ്തു. അപ്പോൾ ഞാൻ കൂടുതൽ പോകുന്നില്ല, നമ്മുടെ ടൈം വേസ്റ്റ് ആവും. നിങ്ങൾക്ക് തന്നെ ചാർട്ട് എടുത്തൊരു 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമോ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമോ ഇട്ടിട്ട് നിങ്ങൾക്ക് ബാക്കിലോട്ട് നോക്കാം മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. പക്ഷെ നമുക്ക് ലാസ്റ്റ് ഫ്രൈഡേ ഗ്യാപ്പ് ഫില്ലിങ് നടന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരിക്കുന്ന ക്യാൻഡിൽ നല്ലൊരു സ്ട്രോങ് ക്യാൻഡിൽസാണ്. സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്രീൻ ക്യാൻഡിൽസാണ് നമുക്ക് ഫസ്റ്റ് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. പിന്നെ നമ്മൾ ജസ്റ്റ് ഓർത്ത് വെക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ ഏരിയ ഉണ്ട്. പ്രീമിയം ഡിസ്കൗണ്ടിനെ പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻ്റായിട്ട് ഇടുക, നമ്മൾ ചെയ്യുന്നതായിരിക്കും. മാർക്കറ്റ് ഒരു ഡിസ്കൗണ്ട് ഏരിയയിലോട്ട് വന്നായിരുന്നു. അത് നമുക്കൊരു ഫിബ് ടൂൾ വെച്ചാണ് നമ്മൾ പ്രീമിയം ഡിസ്കൗണ്ട് കണ്ടുപിടിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. നമ്മൾ ഹൈ ആൻഡ് ലോയും മാർക്ക് ചെയ്യുന്ന സമയത്ത് തിരിച്ച് 50% താഴെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ നോക്കണ്ട. ഈ 100 ആയതുകൊണ്ട് ഏകദേശം ഇതിനെ നമ്മൾക്ക് പ്രീമിയം ഏരിയ എന്നും ഇതിനെ നമുക്ക് ഡിസ്കൗണ്ട് ഏരിയ എന്നും പറയാം. മാർക്കറ്റ് എപ്പോഴും ഒരു പ്രീമിയം ഏരിയ ഒരു റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ജസ്റ്റ് ഫോർ ആൻ എക്സാമ്പിൾ മാർക്കറ്റ് ഇങ്ങനൊരു ഫോർമേഷൻ വന്നു കഴിഞ്ഞാൽ തിരിച്ച് മാർക്കറ്റ് ഈ ഹൈയിലോട്ട് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ മാർക്കറ്റ് എപ്പോഴും ഒരു ഡിസ്കൗണ്ട് ഏരിയയിലോട്ട് വന്നിട്ടായിരിക്കും അവിടോട്ട് ടേക്ക് ചെയ്യുന്നത്. ഈ ഡിസ്കൗണ്ട് ഏരിയ എപ്പോഴും ഈ ഉണ്ടായ ഹൈയിൻ്റെ 50%-ന് താഴെയായിരിക്കും. അതാണ് നമ്മൾ ജസ്റ്റ് പ്രീമിയം ഡിസ്കൗണ്ട് എന്ന് പറയുന്ന ഏരിയ. അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് കയറി ഉണ്ടായത് ഇതിൻ്റെ 50% താഴെ വന്നിട്ടാണ് മാർക്കറ്റ് തിരിച്ച് ഈ ഹൈ ടേക്ക് ചെയ്യാൻ പോയിരിക്കുന്നത്. അത്രയും മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ ഞാൻ വീഡിയോ ഇടാം എന്താണ് പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് എന്ന്. നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചിവിടുന്ന് മാർക്കറ്റ് ഈ ഹൈ ടുക്ക് ചെയ്തു. അപ്പം മാക്സിമം ഒരു റീറ്റെയിലേഴ്സ് മെൻറ്റാലിറ്റി ഇതൊരു ബ്രേക്കൗട്ടാണ്. അപ്പോൾ റീറ്റെയിലേഴ്സ് മെൻറ്റാലിറ്റി ബ്രേക്കൗട്ടിൽ ട്രേഡ് ചെയ്യുന്ന റീറ്റെയിലേഴ്സ് ഇതിന് മുകളിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് പേര് ലോങ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അവരുടെ എല്ലാ SL ഇതിന് താഴെയായിരിക്കും. നെക്സ്റ്റ് വൺ മോർ തിങ് ഉണ്ട്. ഇവിടുന്ന് കുറച്ച് ബയേഴ്സ് മാർക്കറ്റിൽ എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ആ എൻ്റർ ആയിട്ടുള്ള ആൾക്കാർ സ്ട്രോങ് ആണോ സ്ട്രോങ് അല്ലയോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാം. വോളിയം ഡെൽറ്റ ക്യാൻഡിൽസ് ലെക്സ് ആൽഗോടെ തന്നെ നിങ്ങൾ ഇവിടെ ഈ ഇൻഡിക്കേറ്റർ ഇപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. ഞാൻ നോർമലി ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ക്യാൻഡിൽസ്
ബിഗിനേഴ്സിന് ഈ ഒരു ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് ക്യാൻഡിൽസ് സ്ട്രോങ് അല്ലയോ എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മളത് ഇടുന്ന സമയത്ത് ഇവിടെ നിന്നുണ്ടായ ക്യാൻഡിൽസ് കണ്ടോ, ഈ ഒരു ഗ്രീൻ ഏരിയ കണ്ടോ, ആ ഒരു ഫുൾ ബോഡിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒരു 50% എബോവ് ആണ്. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നുണ്ടോ, അതൊരു 50%-ന് വളരെ താഴെയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടുന്ന് ഈ പുഷ് തന്ന ബയേഴ്സ് അത്രയ്ക്ക് സ്ട്രോങ് അല്ല. ഇതിനുവേണ്ടി മാത്രമാണ് നമ്മൾ ആ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ലോയെ മാക്സിമം ടേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇവിടുന്ന് ബൈ ചെയ്തവരുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ താഴെയായിരിക്കും. ഇവിടുന്ന് ബ്രേക്കൗട്ട് കിട്ടി ഈ ഒരു ബ്രേക്കൗട്ടിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെയായിരിക്കും. അപ്പോൾ കുറേ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ കുറേ സെൽ ഓർഡേഴ്സ് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഒരു ബിഗ് പ്ലെയർ മാർക്കറ്റിൽ എൻ്റർ ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കണക്ക് ചിന്തിക്കരുത്. ഇമാജിൻ ചെയ്യുക, നമ്മളൊരു മാക്സിമം പോയാൽ ഒരു 10 ക്വാണ്ടിറ്റി 15 ക്വാണ്ടിറ്റി ആയിരിക്കും പ്ലേസ് ചെയ്യുന്നത്. ഒരു ബിഗ് പ്ലെയർ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സിൻ്റെ കുറേ റീറ്റെയിലേഴ്സ് ഇരുന്ന് എടുക്കുന്നതിൻ്റെ അത്ര ഓർഡേഴ്സ് ആയിരിക്കും അവർക്ക് വേണ്ടത്. അപ്പോൾ അവർക്ക് വേണ്ടത് ലിക്വിഡിറ്റിയാണ്. ഇപ്പോൾ ഇമാജിൻ ചെയ്യുക, നമ്മൾ ഒരു 10 ഓർഡേഴ്സ് മാർക്കറ്റിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പം ഞാൻ ഈ ടൈം ഇമാജിൻ ചെയ്യുക, ഈ പോയിൻ്റ് ടൈമിൽ 10 ലോട്ട് ബൈ ഞാനവിടെ ക്ലിക്ക് ചെയ്തു, 10 ലോട്ട് ബൈ ചെയ്തു. അപ്പോൾ ഈ 10 ലോട്ട് ബൈ ചെയ്യുന്ന സമയത്ത് എന്താണ് നടന്നത്? ആ ടൈമിൽ 10 ലോട്ട്, ഇപ്പം ഞാൻ മാർക്കറ്റ് ഓർഡറിലാണത് പ്ലേസ് ചെയ്തെങ്കിൽ 10 ലോട്ട് സെല്ല് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഓർഡർ അവിടെ എക്സിക്യൂട്ട് ആവത്തുള്ളൂ, അല്ലേ? ഇപ്പോൾ ഇമാജിൻ ചെയ്യുക, 10 ലോട്ട് ആയതുകൊണ്ട് നമ്മളൊന്നും അറിയാതെ തന്നെ നമ്മുടെ എൻട്രി അവിടെ പ്ലേസ് ആവുന്നു, അല്ലേ? നമ്മളിപ്പോൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കത്തുള്ളൂ നമ്മൾ എടുക്കുന്ന സമയത്ത്. പക്ഷേ ഒരു ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ ഒരു 1000 ലോട്ടും 10,000 ലോട്ടും ബൾക്കായിട്ടുള്ള ഒരു ഓർഡർ ആയിരിക്കും അവർക്ക് വേണ്ടത്. അപ്പോൾ അവർക്ക് ബൾക്കായിട്ടുള്ള സെല്ലിംഗ് ഉള്ള സ്ഥലത്ത് മാത്രമേ അവർക്ക് ബൈ നടത്താൻ പറ്റത്തുള്ളൂ. അവർക്ക് ഈ ഒരു പോയിന്റിൽ പോയിട്ട് മാർക്കറ്റ് ഓർഡറിൽ ബൈ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഓർഡേഴ്സ് കിട്ടത്തില്ല. കാരണം എന്താണ്, അവിടെ സെല്ല് ചെയ്യാൻ ആൾക്കാരില്ല. അപ്പോൾ അവരൊരിക്കലും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ അവർ ഓർഡേഴ്സോ അങ്ങനെയൊന്നും പ്ലേസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അവരെപ്പോഴും ഏറ്റവും കൂടുതൽ സെല്ലിങ് എവിടെ നടന്നു, അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് അവിടെ കിട്ടും. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഉള്ളവരുടെ എല്ലാം സ്റ്റോപ്പ് ലോസ് അടിച്ചു. അപ്പോൾ ഇവരുടെ എല്ലാം മെൻറ്റാലിറ്റി ഇവിടെ ഇറങ്ങണമെന്നാണ്. ഇവിടുന്ന് ഒരാളും ഇവിടെ എൻട്രി എടുക്കത്തില്ല. എല്ലാവരും ഈ ഒരു ക്യാൻഡിൽ കഴിഞ്ഞ് ഇവിടോട്ട് ഇങ്ങനെ പുഷ് തരുന്നെന്ന് കാണുമ്പോഴാണ് എല്ലാവരും എൻട്രി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാൻഡിലിൽ എൻട്രി എടുത്തവരുടെ എല്ലാം സ്റ്റോപ്പ് ലോസ് എവിടെ ആയിരിക്കും? ഈ ക്യാൻഡിലിൻ്റെ ലോയുടെ താഴെയായിരിക്കും. അതേപോലെ ഇവിടെ ബ്രേക്കൗട്ടിൽ എൻട്രി എടുത്തവരുടെ സ്റ്റോപ്പ് ലോസ് എവിടെ ആയിരിക്കും? ഈ ക്യാൻഡിലിന് താഴെയായിരിക്കും. അപ്പോൾ ഇതെല്ലാത്തിനും കറക്റ്റായിട്ട് മാർക്കറ്റ് ഈ താഴെ വന്നു കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ ഇവിടുന്ന് ഇറങ്ങിപ്പോയി. അതിന് ഈക്വലായിട്ടുള്ള ബയേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ എൻ്റർ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് പറ്റി, ഈ ലോ മാർക്കറ്റിൽ പ്രൊട്ടക്റ്റഡ് ആയിരുന്നു. അന്നത്തെ ദിവസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോ വളരെ പ്രൊട്ടക്റ്റഡ് ആയിരുന്നു. പക്ഷെ നമ്മൾ ഈ ഒരു പോയിന്റിലല്ല നമ്മൾ എൻട്രി എടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ കയറിയ ക്യാൻഡിൽസ് സ്ട്രോങ് ആണോ വീക്കാണോ നമ്മൾ കണ്ടുപിടിച്ച രീതിയിൽ തന്നെ ഈ ഉണ്ടായ പുഷ് സ്ട്രോങ് ആയിരുന്നോ വീക്കായിരുന്നോ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എപ്പോഴും എന്താണ് ഞാൻ പറഞ്ഞ കണക്ക് ഈ ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നോക്കുന്ന സമയം നോക്കിക്കേ, ഈ ഒരു ബോഡിയുടെ 50% എബോ തന്നെയല്ലേ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും ഈ ക്യാൻഡിൽസ് ഉണ്ടായത് സ്ട്രോങ് ക്യാൻഡിൽസ് ആണെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെ ഈ 2 ക്യാൻഡിൽസിൻ്റെയോ നമുക്ക് ഈ ഒരു ലോ തൊട്ട് തന്നെ തുടങ്ങാം. ഇവിടെ തൊട്ട് തന്നെ ഒരു ബൈ കാണും. അപ്പോൾ ഈ ക്യാൻഡിൽസിൻ്റെ പ്രീമിയം ഡിസ്കൗണ്ട് കണ്ടുപിടിക്കുക. ബുള്ളിഷ് ആണെങ്കിൽ പ്രീമിയം ഏരിയ ഇതും, ഡിസ്കൗണ്ട് ഏരിയ ഈ താഴ്ഭാഗമായിരിക്കും. എപ്പോഴും മാർക്കറ്റ് എന്ത് ചെയ്യും? ഡിസ്കൗണ്ട് ഏരിയ വന്നിട്ട് ഹൈ ടേക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്കൗണ്ട് ഏരിയയിൽ വരുന്ന സമയത്ത് നമ്മളൊരു എൻട്രി പ്ലേസ് ചെയ്യണം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡിസ്കൗണ്ട് ഏരിയയിലോട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻട്രി പ്ലേസ് ചെയ്യാം. ഇതിന് താഴെ തന്നെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ മാപ്പ് ചെയ്യാൻ, മാർക്കറ്റിനെ വായിക്കാൻ അറിയാവുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോ ടൈം ഫ്രെയിമിലോട്ട് പോയിട്ട് എന്തെങ്കിലും PDR നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒരു FEG കാണാൻ പറ്റും. FEG ടാപ്പ് ചെയ്യുന്ന സമയത്ത്
വേണേൽ നമുക്ക് ഒരു എൻട്രി ഇവിടെ പ്ലേസ് ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു FEG ഉണ്ട്. ആ FEG ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻട്രി പ്ലേസ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് FEGയെക്കുറിച്ചൊന്നും അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഡിസ്കൗണ്ട് ഏരിയയിലോട്ട് മാർക്കറ്റ് വരുന്ന സമയത്ത് ഇവിടെ ഈ ഒരു പുഷിൻ്റെ ഡിസ്കൗണ്ട് ഏരിയയിലോട്ട് മാർക്കറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു എൻട്രി എടുക്കാം. 1:2 എൻട്രി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 70 to 75% ആക്യുറസി എന്തായാലും കിട്ടും. പിന്നെ നെക്സ്റ്റ് തിങ് ഞാൻ പറയാനുള്ളത്, നിങ്ങൾ ഒരു ഡെമോ അക്കൗണ്ട് ഫ്രണ്ട് പേജിലൊക്കെ നിങ്ങൾക്ക് ഒരു 10 lakhൻ്റെ ഡെമോ അക്കൗണ്ട് കിട്ടും. ഫ്രീ ആണ്. നിങ്ങൾ പ്രൊമോഷൻ ഒന്നുമല്ല. നിങ്ങൾ ഫ്രണ്ട് പേജിൽ പോയിട്ട് ഈ സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങളൊരു മാക്സിമം ഒരു 15 to 50 ട്രേഡ്സ് നിങ്ങൾ ഒരു 15 തൊട്ട് 50 ട്രേഡ് വരെ ഫ്രണ്ട് പേജിൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ നിങ്ങളുടെ റിയൽ മണി വെച്ച് ട്രേഡ് ചെയ്യുക. ബാക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ ആണ്, ഇതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം, ഇപ്പം നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് കണ്ടുപിടിച്ച് ഞാൻ ഇവിടെ എൻട്രി എടുക്കാതെ വേറെ ഏതെങ്കിലും പോയിന്റിൽ ഇവിടെ നിന്ന് തന്നെ ഞാൻ എൻട്രി എടുക്കുന്നതായിരിക്കും കൂടുതൽ ആക്യുറസി എന്ന് പറഞ്ഞാൽ ഈ പുഷ് വരുന്ന സമയത്ത് തന്നെ എൻട്രി ഇവരെല്ലാം SL ഹിറ്റ് ഇവിടുന്ന് തന്നെ എൻട്രി എടുക്കുന്നതായിരിക്കും നല്ലത്. അതോ തിരിച്ച് ഇവിടെ വന്നൊരു ഡിസ്കൗണ്ട് ഏരിയയിൽ വരുന്നതാണോ നല്ലത്, അതോ ഡിസ്കൗണ്ട് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് പ്രീമിയം ഏരിയയിലോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ എടുക്കുന്നതാണോ നല്ലത്. അങ്ങനെയൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ഈ സ്ട്രാറ്റജി നിങ്ങൾ മാറ്റി എങ്ങനെയാണ് നിങ്ങൾക്ക് ഹൈ ആക്യുറസി കിട്ടുന്നതെന്ന് നോക്കി നിങ്ങൾ ട്രേഡ് ചെയ്യുക. നമ്മളിപ്പോൾ ഇവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സാക്ട്ലി എത്രയാണ് മാർക്കറ്റ് ഒരു ഡിസ്കൗണ്ട് ഏരിയ വന്നു. നമുക്ക് ഇമാജിൻ ചെയ്യുക ഇവിടുന്ന് മാർക്കറ്റ് ക്ലോസിങ് വന്ന് ഇവിടാണ്. നമ്മൾ ഇവിടുന്ന് ഒരു ട്രേഡ് പ്ലേസ് ചെയ്തു. ഇതിന് ലോ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചു 110 സ്റ്റോപ്പ് ലോസ് വെച്ചു. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് 220 1:2 ടാർഗറ്റ് നമുക്ക് ഈസിലി ഹിറ്റായി അല്ലേ. അപ്പോൾ അതേപോലെ നിങ്ങൾ നിങ്ങളുടേതായ സ്ട്രാറ്റജി ഈ ഒരു വ്യൂ നിങ്ങൾ കയ്യിൽ വെച്ചിട്ട് നിങ്ങളിതിൽ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഗുഡ് എൻട്രി ഏത് പോയിന്റിൽ നിങ്ങൾക്ക് ഗുഡ് എൻട്രി പ്ലേസ് ചെയ്യാൻ നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ലോജിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ട്രേഡ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. ദാറ്റ്സ് ഓൾ ഗൈസ്, ബൈ.